മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഗിഫാർ ഗോത്രത്തിന്റെ തലവനാണ്, പണക്കാരനാണ്, ഇസ്ലാമിക ലോകത്തേക്ക് വളരെ നേരത്തെ കടന്നു വന്ന സ്വഹാബിയാണ്. ബിലാൽ ഇബ്നു റവാഹ് റളിയല്ലാഹു അൻഹുമായി ഒരു ചെറിയ തർക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് വിളിച്ചുപോയി, അബന സൗദാ, ഓ കറുത്ത പെണ്ണിന്റെ മോനെ. ബിലാൽ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണ്, ഇസ്ലാമിൽ ഇതൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞത്, പിന്നെന്താ ഇങ്ങനെ ഒരു കേൾക്കേണ്ടി വന്നത്? ഇതെല്ലാം കേട്ട് മടുത്തിട്ടല്ലേ ഞാൻ ഇസ്ലാമൊക്കെ പോകുന്നത്? ഉടനെ പരാതിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് പോയപ്പോ തങ്ങളുടെ മുഖമൊക്കെ ചുവന്നു. അബൂദർ തങ്ങളെ വിളിച്ചിട്ട് ചോദിച്ചു, ഇപ്പോഴും ആ ജാഹിലിയത്തിന്റെ സംസ്കാരം ബാക്കിയുണ്ട് അബൂദറെ? വെള്ളത്തിൽ വീണ പൂച്ച ചുരുണ്ടു പോകുന്ന പോലെ അബൂദർ തങ്ങൾ ചുരുണ്ടുപോയി. ഇതെന്താണ് ഈ കേൾക്കേണ്ടി വന്നത്? ബിലാൽ റളിയല്ലാഹുവിന്റെ പിറ്റേന്ന് സുബഹിസ്കാരത്തിന് പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി വരുമ്പോൾ വെളുവെളുത്ത പണക്കാരനായ അബൂദർ തങ്ങൾ ഇങ്ങനെ ക്രോസ് ആയിട്ട് കിടക്കുന്നുണ്ട് വഴിയിൽ. എന്താ അബൂദർ തങ്ങൾ കിടക്കുന്നത്? ഇന്നലെ നിങ്ങളെ വിളിച്ചല്ലോ ഞാൻ, അങ്ങനെ പൊരുത്തപ്പെട്ടായിരുന്നു. നിങ്ങൾ ആ കറുത്ത കാലുകൊണ്ട് എന്റെ ഈ വെളുത്ത മുഖത്തൊന്ന് ചവിട്ടിയിട്ട് എന്റെ മനസ്സൊന്ന് ആ ജാഹിലിയത്തൊന്ന് നീക്കി തരണം. അതൊക്കെ ഇന്നലെ തന്നെ പൊരുത്തപ്പെട്ട് നിങ്ങൾ എന്തീ പറയണത്? അബൂദർ നിങ്ങൾ എണീക്കൂല, ഞാൻ അങ്ങ് ചവിട്ടും ചെയ്യില്ല, എന്റെ നേതാവാണ് നിങ്ങൾ. അങ്ങനെ ചവിട്ടിയില്ല എന്നർത്ഥത്തിൽ, കാല് വെച്ചില്ല എന്നർത്ഥത്തിൽ അവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് ചുടുചുംബനം നൽകിയിട്ട് പിരിയുന്ന സുഹൃത്തുക്കളെ സൃഷ്ടിക്കുകയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.